ലോകത്തിലെ ഏറ്റവും നീളം കൂടി ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ ചെയ്യുന്ന സ്ഥലമാണ് ദുബായ് ഡൗൺ ടൗൺ ഏരിയ. എന്നാൽ അവിടുന്ന് തൊട്ട് താഴെ ഈ കാണുന്ന റോഡാണ് ദുബായ് അല്ലൈൻ റോഡ്. അഥവാ ദുബായിലെ 2040 വിഷൻ പ്രകാരം ദുബായ് ഇനി അടുത്തൊരു 10-15 ഫോക്കസ് ചെയ്യാൻ പോകുന്ന 5 മെയിൻ ലൊക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അഥവാ ഈ കാണുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ലൊക്കേഷൻ ആണ് ദുബായ് സിലിക്കൺ ഒയാസിസ്. അഥവാ ദുബായിലെ അടുത്തൊരു 10-15 വർഷത്തേക്ക് വരുന്ന AI ആൻഡ് ഇന്നോവേഷൻ ഹബ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ലൊക്കേഷൻ ആണിത്. ഇവിടെ ഏകദേശം മെജോറിറ്റി ഏരിയാസും ഫുള്ളി ലീസ് ഹോൾഡ് ആണ്, ഫ്രീ ഹോൾഡ് അല്ല. സോ ഇതിന് തൊട്ട് താഴെ വരുന്ന ഈ ഒരു ഏരിയ ആണ് ദുബായ് അക്കാഡമിക് സിറ്റി. ഏകദേശം 30ഓളം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികളാണ് ഇവിടെ ഭാവിയിൽ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെയൊക്കെ ഒരു റെസിഡൻഷ്യൽ ടവർ എന്ന് പറഞ്ഞാൽ വളരെ മിനിമം ടു മിനിമം ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ. സോ ഇതിന് തൊട്ടിപ്പുറത്തുള്ള ഈ അല്ലൈൻ റോഡിന് തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ദുബായിലെ മില്യണേഴ്സ് ബെൽറ്റ് എന്ന് പറയുന്നത് ഏകദേശം 33ഓളം ടൗൺ ഹൗസ് ആൻഡ് വില്ലാസ് കമ്മ്യൂണിറ്റീസ് ആണ് വരുന്നത്. സോ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിനുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ആകെ ഒരു അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൊക്കേഷൻ ആണ്, ഈ ഒരു കമ്മ്യൂണിറ്റി ആണ് ദുബായ് ലാൻഡ് റെസിഡൻസ് കോംപ്ലക്സ് DLRC എന്ന് പറയും. സോ ഇതുപോലെ ദുബായിന്റെ 2040 വിഷൻ പ്രകാരം അല്ലെങ്കിൽ ദുബായ് ഗവൺമെന്റിന്റെ വിഷനുമായി അലൈൻ ചെയ്തു പോകുന്ന ലൊക്കേഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോ നമുക്ക് സംസാരിക്കാം.